നമസ്കാരം. കൊന്നു തിന്നാൽ പിന്നെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ സാറേ. ഇത് എൻ്റെ വാക്കുകളല്ല. കോഴിക്കോട് ടൗൺ ഏരിയ CPM മെമ്പറായ പ്രമോദ് കോട്ടൂളി പറഞ്ഞതാണ്. തൻ്റെ FB പേജിലാണ് പ്രമോദ് കോട്ടൂളി ഇത്തരം വികാരഭരിതമായ ചില കുറിപ്പുകൾ ഇട്ടിരിക്കുന്നത്. തൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ് ഈ കുറിപ്പിട്ടത് എന്നാണ് പ്രമോദ് കോട്ടൂളി പറയുന്നത്. ഞാൻ ഒരു കാര്യവും ഇതുവരെയും വഴിവിട്ട് ചെയ്തിട്ടില്ല, വഴിവിട്ടൊരു ജീവിതവും നയിച്ചിട്ടില്ല. പ്രമോദ് കോട്ടൂളിയെ പ്രേക്ഷകർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽ നിറഞ്ഞ ഒരു മനുഷ്യനാണ് പ്രമോദ് കോട്ടൂളി. CPMന്റെ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. കോഴിക്കോടുള്ള ഡോക്ടേഴ്സ് ദമ്പതികൾക്ക് PSC അംഗത്വം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 60 ലക്ഷം രൂപ ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്ന് ആവശ്യപ്പെടുകയുണ്ടായി. 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെങ്കിലും 22 ലക്ഷം രൂപയാണ് ഈ ഡോക്ടേഴ്സ് ദമ്പതിമാർ കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ വിവാദത്തിലേക്ക് പോവുകയായിരുന്നു. ഒരു മാസം കഴിഞ്ഞിട്ടും PSC അംഗത്വം ലഭിക്കാതിരുന്ന ഇവർ പരാതിയുമായി മുന്നോട്ട് പോയി പാർട്ടിയുടെ സമന്നതരായ പലരെയും കണ്ടു. ഈ കാര്യമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. എന്നാൽ ഈ ഡോക്ടേഴ്സുമായി സംസാരിച്ചു എന്ന് പറയുന്നതും ഇവരിൽ നിന്ന് 22 ലക്ഷം രൂപ കോഴ പറ്റി എന്ന് പറയുന്നതിനുമെല്ലാം ഇടനിലക്കാരനായി നിന്നത് പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ഈ കോഴിക്കോട് CPM ഏരിയ കമ്മിറ്റി മെമ്പറാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ ഈ വിവരങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഇത് പാർട്ടിയെയും മുഹമ്മദ് റിയാസിനെയും കരുതേച്ച് കാണിക്കുവാനുള്ള ഒരു ഗൂഢാലോചനയാണെന്നും മാധ്യമ സിൻഡിക്കേറ്റുകളുടെ വഴിവിട്ട തന്ത്രങ്ങളാണ് എന്നാണ് ഇന്നലെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായ P. മോഹനൻ പറഞ്ഞത്. ഇത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ MP ഗോവിന്ദനും പറഞ്ഞത്. എന്നാൽ പിന്നീട് ഈ കേസിൽ ഇനി ഒരു അന്വേഷണം ഉണ്ടാകാൻ സാധ്യതയില്ല, ഈ ഡോക്ടർമാർ ഒരു കാരണവശാലും പരാതിയുമായി മുന്നോട്ട് പോകാൻ സാധ്യതയില്ല, നിയമ നടപടികൾ പിന്തുടരില്ല എന്നും മനസ്സിലാക്കിയതിനു ശേഷം ഇന്നലെ MP ഗോവിന്ദനും ഈ കേസിൽ നിന്നും മലക്കം മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള പരാതിയും ലഭിച്ചിട്ടില്ല എന്നും ഒരു തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നില്ല എന്നാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ MP ഗോവിന്ദൻ പ്രതികരിച്ചത്. പക്ഷേ ഒരു മാസത്തിലധികമായി ഈ പ്രശ്നം CPMനകത്ത് ഇങ്ങനെ നീറിപ്പോഞ്ഞു നിൽക്കുന്നു. CPMൽ ഈ വിഷയം അറിയാത്ത ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അത് PSC മെമ്പർഷിപ്പിന് വേണ്ടി ഡോക്ടേഴ്സിൽ നിന്ന് പണം കൈപ്പറ്റിയതാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളെ പാടെ നിഷേധിച്ചുകൊണ്ട് ഈ ഡോക്ടർമാർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷനോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആരുടെയെങ്കിലും കയ്യിൽ ഇവർ പണം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ CPM സംശയിക്കുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ ഈ കേസ് വഴിതിരിച്ചുവിടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രമോദ് കോട്ടൂളി പലവട്ടം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. ഞാൻ 10-30 വർഷക്കാലമായി കോഴിക്കോട് നഗരത്തിൽ CPMന്റെ പ്രവർത്തകനായി കഴിയുന്നു. ഒരു സാധാരണ പ്രവർത്തകൻ മാത്രമാണ് ഞാൻ. ഒരു കാരണവശാലും PSC മെമ്പറെ നിയമിക്കാനുള്ള യോഗ്യതയോ അറിവോ കഴിവോ ഇല്ലാത്ത ഒരു സാധാരണക്കാരനാണ് ഞാൻ. ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ മാത്രം. കഴിഞ്ഞ 20 വർഷത്തിലേറെ കാലമായി ഓണത്തിനും വിഷുവിനുമെല്ലാം അല്ലെങ്കിൽ അതുപോലുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം തെരുവിൽ കഴിയുന്ന ആളുകൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഇതുവരെയും 10 പൈസ അനധികൃതമായി സാമ്പത്തിക വരുമാനം ഉണ്ടാക്കിയിട്ടില്ല, നേട്ടമുണ്ടാക്കിയിട്ടില്ല. മാധ്യമപ്രവർത്തകരോട് കൃത്യമായി തന്നെയാണ് പ്രമോദ് കോട്ടൂളി ഇത് വിശദീകരിച്ചത്. തന്റെ FB കുറിപ്പിലും അദ്ദേഹം ഇത് പറയുന്നുണ്ട്. ഇത് എല്ലാം ഇങ്ങനെ തുറന്നെഴുതുന്നത് തന്റെ അമ്മയെ ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ്. താൻ ഇത്ര നാളും പാർട്ടി പ്രവർത്തനം നടത്തിയിട്ട് വഴിവിട്ട രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത് എഴുതുന്നത് എന്ന് പ്രമോദ് കോട്ടൂളി പറയുമ്പോൾ ചില ആളുകളെ കൃത്യമായ രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതുപോലെ പ്രമോദ് കോട്ടൂളി കുറിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രമോദ് കോട്ടൂളിയെ ഫോക്കസ് ചെയ്തുള്ള അന്വേഷണം വേണ്ട എന്ന നിലപാടാണ് CPMന്റെ കോഴിക്കോട്ടെ മുഖം എന്നറിയപ്പെടുന്ന എളമരം കരീമിന്റെയും ജില്ലാ സെക്രട്ടറി P. മോഹനന്റെയും നിലപാടുകൾ. ഒരു കാരണവശാലും പ്രമോദിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും പ്രമോദിനെ പ്രകോപിതനാക്കി കഴിഞ്ഞാൽ ചില കാര്യങ്ങളെല്ലാം പ്രമോദ് വിളിച്ചു പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ പ്രമോദിനെതിരെ കൃത്യമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ അഭിപ്രായം എന്നറിയുന്നു. ഒരു കാലത്ത് മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരനായിരുന്ന പ്രമോദിനെതിരെ ഇപ്പൊ എന്തുകൊണ്ടാണ് അന്വേഷണം വേണമെന്ന് മുഹമ്മദ് റിയാസ് ശഠിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് CPMനകത്ത് തന്നെ പല ഉന്നതരും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഇത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കാനാണ് സാധ്യത. ഇത് പോലീസിലേക്കോ അല്ലെങ്കിൽ മറ്റു നിയമ നടപടികളിലേക്കോ പോകില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാകുന്നു. കാരണം ഈ പണം വാങ്ങി എന്ന് പറയുന്ന
ഡോക്ടേഴ്സ് ദമ്പതികൾക്ക് അവരിൽ നിന്ന് വാങ്ങിയ 22 ലക്ഷം രൂപ തിരിച്ചു കൊടുത്ത് അത് കേസ് തേച്ചു മാറ്റി കളഞ്ഞിരിക്കുന്നു. ഒരു കാരണവശാലും അവർ ഇനി മുഹമ്മദ് റിയാസിനെതിരെയോ അല്ലെങ്കിൽ CPM-നെതിരെയോ യാതൊരു തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കില്ല എന്നും കേസിന് പോകില്ല എന്നും ഉറപ്പ് വരുത്തിയതിനു ശേഷം തന്നെയാണ് MP ഗോവിന്ദന് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ കാര്യത്തിൽ മലക്കം മറിഞ്ഞിരിക്കുന്നത്. ഇത് വെറും മാധ്യമങ്ങളുടെ കെട്ടുകഥ മാത്രമാണ്. മുഹമ്മദ് റിയാസിനെ താറടിച്ച് കാണിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു കഥ ചമച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രമോദ് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം സമഗ്രമായി തന്നെ അന്വേഷിക്കപ്പെടട്ടെ, അന്വേഷിച്ചിട്ട് കുറ്റക്കാര് ആരാണ് എന്ന് കണ്ടെത്തി ശിക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ് പ്രമോദ് കോട്ടൂളി പറയുന്നതിന്റെ സാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീട് വെച്ചിരിക്കുന്നത് ലോൺ എടുത്താണ്, വാഹനം വാങ്ങിച്ചിരിക്കുന്നതും ലോൺ എടുത്താണ്. ഇതെല്ലാം നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും. 2020 മുതൽ ലോണിലേക്ക് 5 പൈസ അടയ്ക്കാൻ സാധിക്കാത്ത ഒരു സാധാരണക്കാരൻ മാത്രമാണ് ഞാൻ. പിന്നെ ഞാൻ വഴിവിട്ട ബന്ധങ്ങളിലൂടെ പണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് എൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കണം. കടം കൊണ്ട് വീട് പോലും ജപ്തിയിലായ ഒരു മനുഷ്യന് 22 ലക്ഷം രൂപ വാങ്ങി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി അനധികൃതമായ സമ്പാദ്യം ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ കൂടി നിങ്ങൾ അന്വേഷിച്ചറിയണം, അതല്ലേ ശരി എന്നാണ് പ്രമോദ് കോട്ടൂളി പറയുന്നത്. ഇതിനൊടുവിൽ തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ കുറിച്ചിരിക്കുന്നത്. കൊന്നു തിന്നു കഴിഞ്ഞിട്ട് പിന്നെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ സാറേ. ഇതാണ് പ്രമോദ് കോട്ടൂളി തന്റെ FB കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയാതെ ഒരാളെ ക്രൂശിക്കുന്ന സ്വഭാവം നിർത്തുക, കൃത്യമായ അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിനൊടുവിൽ കുറ്റക്കാര് ആരാണെന്ന് കണ്ടാൽ അവരെ ശിക്ഷിക്കട്ടെ എന്ന നിലപാടുമായി പ്രമോദ് കോട്ടൂളി സധൈര്യം മുന്നോട്ട് പോകുമ്പോൾ ചിലതെല്ലാം പ്രമോദ് കോട്ടൂളി തന്റെ FB പേജിലൂടെ പറയുന്നുണ്ട്, എന്നാൽ ചിലതെല്ലാം പറയാതെ പറഞ്ഞു വയ്ക്കുന്നുമുണ്ട്. പ്രമോദ് കോട്ടൂളിയെ ഇനിയും പ്രകോപിതനാക്കിയാൽ അദ്ദേഹം പല വിവരങ്ങളും പുറത്തുവിടും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അത് മന്ത്രിമാരടക്കം പല ആളുകൾക്കും തീരാബാധയായി ഒഴിയാബാധയായി മാറും, കാലിൽ വള്ളിയായി ചുറ്റും. ഇതുകൊണ്ട് തന്നെ പ്രമോദിനെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്നുള്ള പക്ഷത്ത് തന്നെയാണ് കോഴിക്കോടിന്റെ CPM-ന്റെ മുഖം എന്നറിയപ്പെടുന്ന എളമരം കരീമും കോഴിക്കോട് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായ P മോഹനനും. എന്തായാലും പ്രമോദ് തന്റെ വശം വിശദീകരിച്ചുകൊണ്ട് FB കുറിപ്പിട്ടിരിക്കുന്നു. ഇത് കൃത്യമായി പലർക്കും ഉള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്.